നമ്മൾ കഴിഞ്ഞ ഒരു മാസമായി കണ്ട തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ആവശ്യങ്ങളും മുദ്രാവാക്യങ്ങളും എന്നൊക്കെ പറയുന്നത് ആ പ്രദേശത്തെ ആവശ്യങ്ങളല്ല ഉയർന്നു കേട്ടത്. വലിയ ദേശീയ വിഷയങ്ങളും ഇൻ്റർനാഷണൽ വിഷയങ്ങളിലേക്കുമാണ് പോയത്. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ പലപ്പോഴും മറഞ്ഞു പോവുകയാണ് ചെയ്തത്. മുൻകാലങ്ങളിൽ അങ്ങനെയല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. അതെ, വിജയനാഥ് സാർ ചോദിച്ച കാര്യങ്ങൾ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. ഇന്നിപ്പം നിശബ്ദ പ്രചരണം നടക്കുകയാണ്. ഇന്നലെ കൊട്ടിക്കലാശം കഴിഞ്ഞു. ഇനി 13-ാം തീയതി വോട്ടെണ്ണലാണ്. ഇത് കഴിയുമ്പോൾ നമ്മൾ 5 കൊല്ലത്തേക്കുള്ള ആരൊക്കെയാണെന്നുള്ളത് തിരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ വരുന്നത് വളരെ നല്ലതാണെന്നാണ് ഞാൻ കാണുന്നത്. കാരണം ജനങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറ്റുന്നതും ഓരോ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്നതും ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണ് കാര്യങ്ങൾ. ജനങ്ങളുടെ ആവശ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടിലെ വികസന കാര്യങ്ങൾ. ഒപ്പം നിസ്സാരമായി പറയുന്ന കുളം ശരിയാണോ അല്ലെങ്കിൽ റോഡ് ശരിയാണോ എന്നാണ് നോക്കുന്നത്. പക്ഷേ നമ്മളെ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷേ ഇവിടെ ചില ഘട്ടങ്ങളിൽ വരുമ്പം ഇലക്ഷൻ്റെ അവസാനം വരുമ്പോഴത്തേക്ക് ഇതൊക്കെ അങ്ങ് മാറി ലോകോത്തരത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം ഞാനിപ്പം മറ്റാരെയും പറയുന്നതല്ല. ഇപ്പം ഉദാഹരണത്തിന് പ്രധാനമന്ത്രി മോദിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഷ്കാന്തമായ പ്രവർത്തനങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടുന്നതാണ്. അപ്പോഴാണ് ഇവിടെ പറയുന്നു ഒളിമ്പ്യൻ ഗെയിം വരുന്നതിനെക്കുറിച്ച്. അതൊക്കെ വരുന്നത് നല്ലത് തന്നെയാണ്. അതുപോലെ പിണറായി വിജയൻ സാറിൻ്റെ EDRൻ്റെ കേസ് വരുന്നു, ED സംഭവം. ഇതൊക്കെ ഇപ്പോൾ എടുത്തിടേണ്ട വിഷയങ്ങളാണോ? അല്ലെങ്കിൽ മാങ്കൂട്ടത്തിൽ ഇതൊക്കെ ഇതിനകത്ത് 2-3 കാര്യങ്ങളും കൂടെ ഉണ്ട്. ഈ ചാനലുകളുടെ ഒരു സംവരണമാണത്. അത് നിരന്തരം അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതൊരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം വികസന കാര്യങ്ങളും മറ്റു കാര്യങ്ങളിലേക്ക് ചർച്ചയിലേക്ക് വരണം. ചർച്ച വരുമ്പോഴേ മാത്രമേ സാധാരണ ജനത്തിന്, കാരണം ഒരു കൗൺസിലർ മെമ്പറുമായിട്ട് മത്സരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രാഷ്ട്രീയ പാർട്ടിയിൽ മുകളിലുള്ളവൻ്റെ ബന്ധമുള്ളവനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവനെന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇത് മുഖേന മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇവൻ ത്രൂ ആണ് ആ പാസ് ചെയ്ത് ജില്ലയ്ക്കും സംസ്ഥാനത്തിനും കൊടുക്കുന്നത്. പക്ഷേ അവർക്ക് പോലും ഈ വിഷയങ്ങൾ ഇടാതിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ പറയാൻ പറ്റും? പറയാൻ പറ്റില്ല. അത് സാങ്കേതികമായിട്ട് തെറ്റിപ്പോകുന്നു. അപ്പം എനിക്കത് മനസ്സിലാകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോഴത്തേക്ക് സാധാരണ ലെവലിൽ തന്നെ ചർച്ച ചെയ്യണം. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ നിയമമണ്ഡലത്തിലുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് നിയമമണ്ഡലമായിട്ട് നോക്കുമ്പോൾ എനിക്കറിയാം, നേമത്ത് മുമ്പ് കരുണാകരൻ സാറ് മത്സരിച്ചിട്ടുണ്ട്. മേളയും മാളയിലും ഇവിടെയായിട്ട് മത്സരിച്ചത്, ഇവിടെ ജയിച്ചു. അതുപോലെ VJ തങ്കപ്പൻ ഇവിടെ മത്സരിച്ച് പിന്നീട് മന്ത്രിയായി, പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായി. ശിവൻകുട്ടി സാറ് തന്നെ ഇവിടെ തോറ്റു, പിന്നെ മന്ത്രിയായി. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഈ വിഷയങ്ങൾ അതിൽ നിന്ന് എനിക്ക് ഏറ്റവും വലിയ നല്ല കാര്യം തോന്നുന്നത്, പണ്ടൊക്കെ ഇലക്ഷൻ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പം KM മാണി സാറായാലും അല്ലെങ്കിൽ R ബാലകൃഷ്ണ സാറായാലും 15 കൊല്ലം 20 കൊല്ലം അവർ തന്നെ അങ്ങ് മന്ത്രിയായിരിക്കും. അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതൊക്കെ ആയിരിക്കാം. പക്ഷേ വരുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്തൊക്കെ നമുക്ക് ധൈര്യപൂർവ്വം പോകുന്നതിന് ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ വരും. മന്ത്രിമാരാണ്. പക്ഷേ ഇപ്പോൾ എനിക്കത് വളരെ നല്ലതായി തോന്നി. 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് മന്ത്രിമാർ എന്നുള്ളത് മാറുന്നു. അത് നല്ലതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും മാറുന്നു. പുതിയ ആൾക്കാർ മന്ത്രിയായി വരുന്നുണ്ട്. അത് വരുമ്പോഴത്തേക്ക് പക്ഷേ അതിൻ്റെ 2 കാര്യങ്ങളും കൂടെ ഉണ്ട്. മന്ത്രിയാകുമ്പോൾ ഒരു പ്രശ്നം, 5 കൊല്ലം കൊണ്ട് എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഭരിക്കണമെന്നുള്ളത് തോന്നുന്നവരുണ്ട്. കാരണം അവരുടെ ജീവിതങ്ങളെ രാഷ്ട്രീയ ജീവിതങ്ങളാണ്. അപ്പം അവർ നല്ല രീതിയിൽ ഭരിക്കും. ഇതിനകത്ത് വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്നവരുണ്ടോ എന്നുള്ളതും കൂടെ നമുക്ക് നോക്കേണ്ടി വരുന്നു. പക്ഷേ മന്ത്രിമാരൊക്കെ ഇപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലില്ല. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയും, ഇപ്പം പിണറായി വിജയൻ സാറിനോടുള്ള ഒരു കാര്യത്തിൽ ഞാൻ പറയുകയാണ്, ഇവിടെ ഒരു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 20 മന്ത്രിമാരിൽ ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആരും അഴിമതി ചെയ്തിട്ടില്ല. പക്ഷേ അതിന് പകരം ചിലപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഒറ്റയടിക്ക് മുഖ്യമന്ത്രി ലെവലിലേക്ക് എത്തിപ്പോവുകയാണ്. അതൊക്കെ ശരിയാണോ എന്നുള്ളതും കൂടെ നിഗമനം കണക്കിലെടുക്കേണ്ടതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചട്ടം ഉണ്ടാക്കേണ്ടതാണ്. അതായത് ആ പ്രദേശത്തുള്ള വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യുക എന്നുള്ള രീതിയിൽ. ഇപ്പം ഒരു പഞ്ചായത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ പഞ്ചായത്തിൽ ഈ പറഞ്ഞതുപോലെ അവിടെ കുടിവെള്ള പ്രശ്നം കാണും. അതുപോലെ പിന്നെ കുളം മലിനമായിട്ട് കിടക്കുന്നുണ്ടാകാം. ഇതൊക്കെ ചർച്ച ചെയ്യണം. അങ്ങനെ വരുമ്പോഴല്ലേ ആ നാടിൻ്റെ വികസനം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞതുപോലെ പത്മകുമാർ പറഞ്ഞ പോലെ അവിടെ രാഹുൽ മാങ്കൂട്ടം പ്രശ്നം ചർച്ച ചെയ്താൽ അവരുടെ പ്രശ്നം അവരുടെ അടുപ്പിലെ പോകണമെന്നില്ല. അവിടെ അവർക്ക് വേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. അതിലേക്ക് പോവുകയല്ലേ വേണ്ടത്. അല്ല, അത് സാറ് പറഞ്ഞ മാതിരി ഞാൻ അതിൻ്റെ ഒരു തെളിവ് മാത്രം പറഞ്ഞുതരാം. മുൻകാലഘട്ടങ്ങളിൽ നേമത്ത്
അതായത് മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായിട്ടുള്ള ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരയ്ക്കാവണ്ടവും പുതിയ കാരയ്ക്കാവണ്ടവും വെള്ളാണിമുക്ക്. അന്ന് 16 വർഷത്തോളം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളാണ് ഒ ഷാവുൽ ഹമീദും പിന്നീട് കോൺഗ്രസിൻ്റെ പുള്ളുക്കുടി മാധവൻ നായർ സാർ. അവർ രണ്ടുപേരും അവരെല്ലാം വെറും മെമ്പർമാരാണ്. അന്ന് കൗൺസിലർ ആയിട്ടില്ല, അന്ന് നഗരസഭയൊന്നും ആയിട്ടില്ല. പക്ഷേ അവർ തന്നെയാണ് രംഗത്തിറങ്ങി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചത്. ഇതിനൊന്നും എം പിമാരും എം എൽ എമാരും വരേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ വരേണ്ടുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ജനത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഇടപെടുമ്പോഴത്തേക്ക് ഈ ഏറ്റവും കൂടുതൽ മെമ്പർ എന്നുള്ള പദവിക്കാണ് ഏറ്റവും വലുത്. ഞാൻ എം പി എം എൽ എ ഒന്നും കാണുന്നില്ല. അവരാണ് കാര്യങ്ങൾ നോക്കാനുള്ളത്. പണ്ടൊക്കെ ഒരു ബോഡി അടക്കം ചെയ്യണമെങ്കിൽ പോലും അവരുടെ സാന്നിധ്യത്തിൽ ഒരാളെ അവിടെ കാവൽ നിർത്തിയിട്ടാണ് പോകുന്നത്. മെമ്പറിൻ്റെ ഒരാളിനെ കാവൽ നിർത്തിയിട്ട് പോകും. ഇപ്പോഴാണെങ്കിൽ 10 പോലീസ് വരട്ടെ എന്ന് പറയും, മറ്റുള്ളവർ വരട്ടെ എന്ന് പറയും. ഇപ്പം അങ്ങനെയൊന്നുമല്ല. അന്ന് അത്രത്തോളം നല്ല രീതിയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാടിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മെമ്പറും, അതായത് ഇപ്പോൾ കൗൺസിലർമാർ, അവരുടെ സാന്നിധ്യമാണ് ആവശ്യം. പക്ഷേ ആ വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാതെ പോകുന്നത്. നാട്ടിലെ കാര്യങ്ങൾ നമുക്ക് പോയി പറയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ഒരു വീട്ടിൽ പോയി നമ്മൾ വോട്ട് പിടിച്ച് നമുക്ക് നോട്ടീസ് കൊണ്ടുവന്ന് നമുക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ലോകോത്തര കാര്യങ്ങളാണ്. നമുക്കറിയേണ്ടുന്നത് എൻ്റെ ഭാഗത്തുള്ള ഭാഗങ്ങളിൽ എത്ര കുളങ്ങളായി, എത്ര വഴികൾ ശരിയായില്ല, നേരത്തെ ശരിയാക്കിയില്ലെങ്കിൽ ഇത് ശരിയാക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലായിരിക്കും ചിലപ്പോൾ 2 വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറയുന്നത്. തോറ്റതുകൊണ്ട് പ്രശ്നമൊന്നും വരുന്നില്ല, അവർക്ക് പിന്നെയും ജയിക്കാം. പക്ഷേ ആരൊക്കെയാണ് ഇത്? ഈ വ്യക്തികളല്ല തോക്കുന്നത്. രാഷ്ട്രീയപരമായിട്ട് വരുന്ന ചർച്ചകളിൽ കൂടെ വരുമ്പോഴാണ് തോറ്റു പോകുന്നത്. അല്ലാതെ ഒരു വ്യക്തി ഇപ്പം 13-ാം തീയതി നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഒരാൾ തോക്കുമ്പോഴത്തേക്ക് ആ വ്യക്തിയുടെ ഒരു കഴിവിൻ്റെ മോശം കൊണ്ടൊന്നുമല്ല, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ ബ്ലോക്കോ ജില്ലയിലോ കാണിച്ച ചില തെറ്റായ കാര്യങ്ങൾ മുഖേനയാണ് ആ ഭാഗത്ത് എത്തിയിട്ടില്ല ആ സംഭവം. അതൊക്കെ ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ നേരത്തെ വിജയനാഥ് സാർ പറഞ്ഞ മാതിരി തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ലോക്കലായിട്ട് കുളമായാലും മെയിൻ റോഡായാലും അല്ലെങ്കിൽ നമുക്കിപ്പോൾ അറിയാം സൊസൈറ്റികളിലെ വെട്ടിപ്പുകൾ, അതൊക്കെ പ്രാദേശികമായിട്ടുള്ള രംഗങ്ങൾ വെളിയിൽ വരട്ടെ, അവിടെ പറയട്ടെ ഇങ്ങനെ ഇവിടെ ഈ സൊസൈറ്റികളിൽ പ്രശ്നമുണ്ട്. അതൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നു, എടുത്തങ്ങ് വലുതായിട്ടിടും. ഇവിടെ പറയുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു വെട്ടിപ്പ് നടത്തുമ്പോൾ ഉടനെ കാസർഗോഡത്തെ വെട്ടിപ്പ് പറയും, പാലക്കാടിൻ്റെ ഒരു വെട്ടിപ്പ് പറയുമ്പം ഉടനെ ആലപ്പുഴയുടെ കാര്യങ്ങൾ പറയും. അതാണോ വേണ്ടുന്നത്? നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ കിടന്ന കാര്യത്തിൽ എന്ത് പരിഹാരം ഉണ്ടായി, അല്ലാതെ മറ്റൊരു സ്ഥലം ഇവിടെ നടക്കുമ്പോൾ വേറെ സ്ഥലത്ത് എടുത്തിട്ട് കാര്യമുണ്ടോ? അത് നടക്കുന്നില്ല. എനിക്കതുകൊണ്ട് വ്യക്തിപരമായി പറയാനുള്ളത്, ഇനിയും 5 കൊല്ലം കൂടുമ്പോഴാണ് ഇലക്ഷൻ വരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് അവർക്കൊരു മാതൃകയാണ്. ജയിക്കുന്ന കൗൺസിലർമാരായാലും മെമ്പർമാരായാലും അവർക്കൊരു മാതൃകയാണ്. അത് നല്ലതായി വരണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ പ്രാദേശികമായ വിഷയങ്ങൾ നിർബന്ധമായും ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത് അത്രയും നമുക്കറിയാം. പിന്നെ നെതന്യാഹുവിൻ്റെ കാര്യം വരെ ചർച്ച ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത്. അപ്പോൾ നെതന്യാഹുവും വലിയൊരു റോള് വഹിച്ചു എന്നുള്ളതാണ് കണ്ടതെന്നുള്ളതാണ്. അപ്പം ഇതിന് ഒരു മാറ്റം എനിക്ക് തോന്നുന്നു. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ കണ്ടതുപോലും വലിയ വലിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. തിരുവനന്തപുരത്തിന് വലിയ പ്രശ്നങ്ങൾ ധാരാളമില്ലേ. ഇപ്പോൾ എന്തായാലും ഇനിയിപ്പം നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. 13-ാം തീയതി വോട്ടെണ്ണാൻ പോവുകയാണ്. വോട്ടെണ്ണി തീരുമാനമാവും. അപ്പോൾ നഗരസഭ വരുന്നു എന്നുള്ള കാര്യം വരുമ്പോഴത്തേക്ക് നമ്മളെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചുള്ള ഈ നഗരസഭയിൽ വളരെ തലസ്ഥാനമായൊരു നഗരസഭയാണ് തിരുവനന്തപുരം. ആ നഗരസഭയിൽ വരുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരെ തന്നെ നാളെ വോട്ടിട്ട് കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ അല്ല, നമ്മളെ സമൂഹത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. എങ്കിൽ മാത്രമല്ലേ വികസനങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാതെ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ലോകോത്തരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീമ്പിളക്കാതെ ഇവിടുത്തെ സ്വകാര്യമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രാദേശികമായി നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആവർത്തിച്ച് പറയുന്നത് പോലെ നാടിൻ്റെ പ്രശ്നങ്ങളായ കുളങ്ങളായാലും ഓടകളായാലും വഴികളായാലും അല്ലെങ്കിൽ അവിടെ ലോക്കലായിട്ടുള്ള സൊസൈറ്റി പ്രവർത്തനങ്ങളുടെ പ്രശ്നങ്ങളിൽ മോശമായാലും ശരിയായാലും ഇതൊക്കെ ചർച്ചയ്ക്ക് എടുത്തുകൊണ്ട് വോട്ടിനോട് അഭ്യർത്ഥിക്കുക. അതനുസരിച്ചിട്ട് അവർ നൽകുന്ന വോട്ടുകളാണ് ജനവികാരമാകുന്നത്. ജനവികാരം ഉണ്ടാകുമ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു സ്ഥാനാർത്ഥി ജയിക്കുമ്പോൾ മനസ്സിലാവും ആ നാട്ടിലുള്ള പ്രാദേശികത്വം എങ്ങനെ വന്നു, എവിടം വരെ എത്തി. അല്ലാതെ അവിടെ ഇന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനയാണ്, ഇന്ന രാഷ്ട്രീയ പാർട്ടി സംഘടന എന്നുള്ളതല്ല. അതിനേക്കാൾ പ്രവർത്തന മികവിലാണ് ഏറ്റവും വലുത്. അപ്പം അത് കൗൺസിലറും മെമ്പറുമാകുമ്പോൾ പറ്റുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ വ്യക്തികളെ എല്ലാവരും തിരിച്ചറിയുന്നവരാണ്. ഒരു വീട്ടിൽ ഓരോരുത്തർക്കും അറിയാൻ പറ്റും, അല്ലാത്തവരാരും കാണില്ല. അപ്പോൾ അവരുടെ വ്യക്തിത്വങ്ങളും ഇതിനകത്തൊരു കാഴ്ചപ്പാടാണ്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. വ്യക്തിത്വങ്ങൾക്ക് ഒപ്പുറം തന്നെ ആ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ച ഓരോ
വ്യക്തിപരമായ കാര്യങ്ങളോടൊപ്പം തന്നെ സംഘടനാപരമായി എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയായി മാറണം നാളത്തെ വോട്ടെടുപ്പ്, അല്ലെങ്കിൽ ശുഷ്കാന്തി അതിൻ്റെ കാഴ്ചപ്പാടുണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.